ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 2020 ജനുവരി മുതൽ 2020 മെയ് വരെ നേടിയ പ്ലാൻ പെർസെൻറ്റേജും ആക്ച്വൽ പെർസെൻറ്റേജും അടങ്ങിയ ടേബിളാണിത്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് സിമ്പിളായി ഒരു പ്രോഗ്രസ് കർവ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇവിടെ ഇൻസേർട്ട് ടാബിൽ ചാർട്ട്സ് എന്ന ഗ്രൂപ്പിൽ ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്ന കമാൻഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. വരുന്ന ഓപ്ഷൻസിൽ 2D കോളത്തിന്റെ അണ്ടറിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ക്ലസ്റ്റേർഡ് കോളം അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചാർട്ട് ഏരിയ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ചാർട്ട് ഏരിയ ഓപ്പൺ ആവും. അവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ സെലക്ട് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ഡാറ്റ സോഴ്സ് എന്നൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ഈ ടേബിൾസിലെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടേബിളിൽ ആ സെല്ലിന്റെ റേഞ്ച് അവിടെ സെലക്ട് ആവും. ഓക്കെ കൊടുക്കുക. സിമ്പിൾ ആയിട്ടൊരു ചാർട്ട് വന്നു. ഈ ചാർട്ടിന്റെ 4 സൈഡിലും കാണുന്ന ഈ സ്മാൾ സർക്കുലർ ഷേപ്പ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റീസൈസ് ഹാൻഡിൽസ്. അവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചാർട്ടിന്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചാർട്ടിൽ പ്ലാൻ പെർസെൻറ്റേജും ആക്ച്വൽ പെർസെൻറ്റേജിന്റെ ഷേപ്പ് കോളം ഷേപ്പാണ്. നമുക്ക് ഇതിന്റെ ഷേപ്പ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ റൈറ്റ് ബട്ടൺ ചേഞ്ച് ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ വേറൊരു ബോക്സ് ഓപ്പൺ ആവും. ഡയലോഗ് ബോക്സ് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. അതിൽ ഇവിടെ ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈനിനകത്ത് ലൈൻ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ, സ്റ്റാക്ക്ഡ് ലൈൻ, 100% സ്റ്റാക്ക്ഡ് ലൈൻ, ലൈൻ വിത്ത് മാർക്കർ, സ്റ്റാക്ക്ഡ് ലൈൻ വിത്ത് മാർക്കേഴ്സ്. നമുക്ക് എക്സാമ്പിൾ സ്റ്റാക്ക്ഡ് വിത്ത് ലൈൻ മാർക്കേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പ്ലാൻ പെർസെൻറ്റേജും ആക്ച്വൽ പെർസെൻറ്റേജിന്റെ ഷേപ്പ് ലൈനായി. ഇനി നമുക്ക് സെയിം ഗ്രാഫിൽ കോളം ഷേപ്പും ലൈനും ഒരുമിച്ച് വേണമെങ്കിൽ ഇവിടെ കോംബോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ പ്ലാൻ പെർസെൻറ്റേജിന്റെ ഷേപ്പ് ലൈനും ആക്ച്വൽ പെർസെൻറ്റേജ് കോളമായി. ഇവിടെ ക്യുമുലേറ്റീവ് പ്ലാൻ പെർസെൻറ്റേജ് കോളം, ക്യുമുലേറ്റീവ് ആക്ച്വൽ പെർസെൻറ്റേജ് ലൈൻ. ഇവിടെ സെക്കൻഡറി ആക്സിസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം ജസ്റ്റ് ഈ പ്ലാൻ പെർസെൻറ്റേജ് സെക്കൻഡറി ആക്സിസ് അവിടെ ക്ലിക്ക് ചെയ്താൽ സെക്കൻഡറി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിന് പ്രൈമറി ആക്സിസ്, ഈ കാണുന്നത് സെക്കൻഡറി ആക്സിസ്. പ്ലാൻ പെർസെൻറ്റേജിന്റെ റീഡിങ്സ് നമുക്ക് സെക്കൻഡറി ആക്സിസിനെ കിട്ടും. എക്സാമ്പിൾ നോക്കിയാൽ ഫെബ്രുവരി 2020 പ്ലാൻ പെർസെൻറ്റേജ് 15 ആണ്. 15 ഇവിടുത്തെ റീഡിങ് ഇവിടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡറി ആക്സിസ് ടിക്ക് ചെയ്താൽ. ഇപ്പോൾ അൺടിക്ക് ചെയ്താൽ ഈ രണ്ട് കോളത്തിന്റെ റീഡിങ്ങും ലൈനിന്റെ റീഡിങ്ങും നമുക്ക് പ്രൈമറി ആക്സിസിൽ നിന്ന് കിട്ടും. ക്യുമുലേറ്റീവ് ആക്ച്വൽ നമുക്ക് സെക്കൻഡറി ആക്സിസ് ആക്കിയാൽ ക്യുമുലേറ്റീവ് ആക്ച്വൽ എക്സാമ്പിൾ ജനുവരി 2020 ആക്ച്വൽ പെർസെൻറ്റേജ് 3. ഈ 3 എന്ന് പറഞ്ഞത് ഇവിടെയാണ് നമുക്ക് റീഡിങ് കിട്ടുന്നത്. നമ്മൾ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തില്ല എങ്കിൽ നോർമൽ ആയിട്ടുള്ള ടാബ്സ് ആണ് ഇതൊക്കെ. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ റിവ്യൂ. നമ്മൾ ഈ ചാർട്ടിൽ എപ്പോൾ ക്ലിക്ക് ചെയ്യുന്നോ ആ ടൈമിൽ ഈ അക്രോബാറ്റിന്റെ അടുത്ത് 2 അഡീഷണൽ ടാബ് ഓപ്പൺ ആവും. ഡിസൈൻ ടാബും ഫോർമാറ്റ് ടാബും. ഡിസൈൻ ടാബ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഷേപ്സ് ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ആഡ് ചാർട്ട് എലമെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആക്സിസ് ടൈറ്റിൽ, പ്രൈമറി ഹൊറിസോണ്ടൽ, പ്രൈമറി വെർട്ടിക്കൽ, സെക്കൻഡറി ഹൊറിസോണ്ടൽ, സെക്കൻഡറി വെർട്ടിക്കൽ. ആക്സിസിന്റെ ടൈറ്റിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്സിസിന്റെ ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിവിടെ ഉള്ളത് പെർസെൻറ്റേജസ്. നമുക്ക് പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്യാം. പിന്നെ ഉള്ളത് ഡേറ്റ ലേബൽ. ഈ ഓരോ മന്തിന്റെയും റീഡിങ്സ് നമുക്ക്
ചാർട്ടിൽ കാണിക്കാൻ പറ്റും. സെന്ററിൽ വേണമെങ്കിൽ സെന്ററിലാക്കാം, ഇൻസൈഡ് എൻഡ്, ഇൻസൈഡ് ബേസ്, ഔട്ട്സൈഡ് എൻഡ്. ആ ഗ്രാഫിൽ തന്നെ നമുക്ക് റീഡിങ്സ് കാണാൻ പറ്റും. അതാണ് ചാർട്ട് ലേബൽ, ഡേറ്റ ലേബൽ. അടുത്ത ഡേറ്റ ടേബിൾ. ഡേറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴെ കാണുന്ന സെയിം ഡേറ്റ ടേബിൾ ഗ്രാഫിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അതിനുള്ള ഓപ്ഷനാണ് ഡേറ്റ ടേബിൾ. രണ്ടാമത്തെ ടാബാണ് ഫോർമാറ്റ് ടാബ്. ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇപ്പൊ ഈ ബാറിന്റെ കളറ് ബ്ലൂ കളറാണ്. നമുക്ക് ആ കളർ മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷേപ്പ് ഫീൽ നമുക്ക് ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ എഴുത്ത് ലെറ്റേഴ്സിന്റെ ഷേപ്പിനെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ വേർഡ് ആർട്ട് സ്റ്റൈൽസിൽ ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഉണ്ട്, ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഫീൽ ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ എഴുത്തിന്റെ സൈസ് കൂട്ടണമെങ്കിൽ ഹോം ടാബിൽ തന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഇൻക്രീസ് ഫോണ്ട് സൈസ് അത് സെലക്ട് ചെയ്താൽ അതിന്റെ സൈസ് കൂടും. നമ്മൾ എക്സ്ട്രാ ഒരു മന്ത് കൂടെ ആഡ് ചെയ്യുക വെച്ചാൽ ജൂൺ കഴിഞ്ഞ് ജൂലൈയുടെ ആഡ് ചെയ്തു. ഞാൻ ഡ്രാഗ് ചെയ്ത് സെയിം 100% തന്നെ ഞാൻ ഡ്രാഗ് ചെയ്തു. പക്ഷെ ഈ ചാർട്ടിൽ ഇപ്പോഴും ജൂണിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ജൂലൈ എങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനെ ചാർട്ട് ടൈറ്റിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ, സെലക്ട് ഡേറ്റ, ഫുൾ ഈ ടേബിൾ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ജൂലൈ വന്നു. അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൺട്രോൾ ഇസഡ് കൊടുക്കുകയാണ്. ബാക്ക് സ്പേസ് ആയി. ചാർട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ഷൻ വരും. ഈ സെലക്ഷൻ ബാർ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ജൂലൈ വന്നു.